വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ സംഘടനയിലുള്ള ആളുകൾ ഓരോ ഘട്ടത്തിലും നമ്മുടെ രക്തം നമ്മുടെ ശരീരത്തിൽ നമ്മൾ പരിശോധിക്കാം. നമ്മളൊരു അവസരത്തിൽ നമ്മൾ രക്തം നൽകുന്നതിലൂടെ പറഞ്ഞത് ക്യാൻസർ പോലുള്ള രക്തം നൽകുന്ന വ്യക്തികൾക്ക് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരാൻ സാധ്യത കുറവാണ് എന്നുള്ളത്. അപ്പോൾ ഏതായാലും സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷന്റെ ജില്ലാ ഘടകത്തിനും അതേപോലെ തന്നെ യൂണിറ്റിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ സദുദ്യമത്തിന് തയ്യാറായിട്ട് വന്നിട്ടുള്ള മുഴുവൻ എക്സൈസ് ജീവനക്കാരെയും ബാക്കി എല്ലാ മേഖലകളിലും കാസർഗോഡ് മേഖലയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നില്ല എന്നൊരു പരിതാപകരമായ അവസ്ഥ. ലോക രക്തദാന ദിനമായി ഇന്ന് ഇത്തരത്തിലൊരു രക്തദാന ശിബിരം ഞങ്ങൾ കാസർഗോഡ് ജനറൽ ആശുപത്രി ബ്ലഡ് ബാങ്കിന്റെ പേരിൽ ദൈനംദിനം കൂടിക്കൂടി വരികയാണ്. നമ്മൾ സാധാരണ എല്ലാ രക്തദാന ക്യാമ്പുകളും പറയുന്നത് സിസേറിയൻ സെക്ഷൻ, ഇതിലെല്ലാം എല്ലാ സിസേറിയൻ സെക്ഷനും ഒരു യൂണിറ്റ് ബ്ലഡ് അവിടെ ഡയാലിസിസ് സെന്റർ ഉണ്ട്. ഡയാലിസിസ് വൃക്കരോഗികൾ വളരെയധികം വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ്. ഡയാലിസിസ് ആവശ്യമാണ്. അപ്പൊ ഇത് നമുക്കറിയാം, രക്തം ശാസ്ത്രം ഇത്രയധികം പുരോഗമിച്ചിട്ടും നമുക്ക് രക്തത്തിന് പകരം കൊടുക്കാൻ ഒരു വസ്തു കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ അത് ഒരു ഡൊണേറ്റ് ചെയ്യുന്നതിലൂടെ മാത്രമേ ബ്ലഡ് കിട്ടുകയുള്ളൂ. തീർച്ചയായും നമുക്ക് സാധാരണയായിട്ട്